അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ വഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറ്റവും ബഹുമാനമുള്ള നെറുമൊഴിയിലെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ഒരു ജീവിതം നയിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമായി നമുക്ക് ലഭിക്കുന്ന ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ നാം അശ്രദ്ധമായി അതിനെ നോക്കിക്കാണുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. നമുക്കറിയാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, അസ്സലാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, അഥവാ 5 നേരത്തെ നമസ്കാരം, ആ 5 നേരത്തെ നമസ്കാരം ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരം വരെ, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, അതുപോലെ തന്നെ ഒരു റമദാൻ അടുത്ത റമദാൻ വരെയുള്ള പാപങ്ങൾ മായ്ച്ചു കളയും എന്നുള്ളതാണ്. ഒരു അസർ നമസ്കാരം അടുത്ത നമസ്കാരം വരെ, അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരം അടുത്ത നമസ്കാരം വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, അതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹ് ഉദ്ധരിച്ച ഒരു ഹദീസാണത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിയ്യത്തോടുകൂടിയും അങ്ങനെ ഒരു പ്രതിഫലേച്ഛയോടും കൂടിയും തഖ്വയോടുകൂടിയുമായിരിക്കണം റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഓരോ നമസ്കാരവും നമ്മൾ നിർവഹിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബാങ്കിനും ഒന്നാമത്തെ സൊഫിനുമുള്ള പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് കരസ്ഥമാക്കുവാനായി നറുക്കിടേണ്ടി വന്നാൽ അതിനായി അവർ നറുക്കിടുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. വളരെ നേരത്തെ പോകുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ അവരതിന് മത്സരിക്കുമായിരുന്നു. ഇശാഇന്റെയും സുബഹിയുടെയും പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ അവരതിന് നടക്കാൻ കഴിയാത്തവർ പോലും മുട്ടിലിഴിഞ്ഞ് പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോ അള്ളാഹു അദ്ദേഹത്തിന്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നമസ്കാരത്തിന്റെയും അതുപോലെ തന്നെ ഈ ഒന്നാമത്തെ സഫിന്റെയും നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന്റെയും പ്രതിഫലത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ചു കൊടുക്കുകയും അത് സഹാബത്ത് കേൾക്കുകയും ചെയ്തപ്പോ സഹാബത്ത് അതിനു വേണ്ടി തിരക്ക് കൂട്ടുകയും അവിടെ പള്ളിയിൽ നറുക്കിടേണ്ടി വരുമോ, ഒന്നാമത്തെ സഫിൽ ആരാണ് നിൽക്കേണ്ടത് എന്ന വിഷയത്തിൽ തർക്കമുണ്ടായപ്പോ അവിടെ സഫിൽ ആര് നിൽക്കണം എന്ന വിഷയത്തിൽ നറുക്കിടേണ്ടി വരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചു പോയി എന്നാണ് ഈ പറയുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രതിഫലത്തെയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. തൗബാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ അധികമായി സുജൂദ് അഥവാ നമസ്കാരം നിങ്ങൾ അധികരിപ്പിക്കണമെന്ന്, സുജൂദ് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന്. എന്നിട്ട് തൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കൾ അല്ലാഹുവിനായി ഓരോ സുജൂദ് ചെയ്യുമ്പോഴെല്ലാം അല്ലാഹു താങ്കളുടെ പദവി ഉയർത്താതിരിക്കുകയില്ല, അത് മുഖേന പാപങ്ങൾ മായ്ച്ചു കളയാതിരിക്കുകയുമില്ല. അപ്പോ ഓരോ സുജൂദും ആ സുജൂദും നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. നമുക്ക് സുജൂദ് ചെയ്യുമ്പോൾ നമുക്കത് തോന്നാറില്ല. അതുപോലെ തന്നെ നമ്മൾ വുദൂ എടുക്കുന്ന സമയത്ത് നാം മുഖം കഴുകുമ്പോൾ ആ മുഖത്ത് ആ കഴുകുന്ന വെള്ളത്തോടൊപ്പം നമ്മുടെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയുമെന്നാണ്. അതുപോലെ തന്നെ കൈ കഴുകുമ്പോൾ ആ വെള്ളത്തോടൊപ്പം നമ്മുടെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണിത്. ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിയ്യത്ത് നമുക്കുണ്ടായിരിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു ബുസ്റ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരാൾ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇസ്ലാമിക ശരീഅത്ത് എനിക്ക് അധികമായി തോന്നുന്നു, ഞാൻ പതിവായി ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, നിന്റെ നാവിനെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ എപ്പോഴും നീ നനവുള്ളതാക്കുക എന്നുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്മരിക്കുന്ന നാവ് അങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ദിക്ർ കൊണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് നമ്മുടെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് എപ്പോഴാണ് തിരിഞ്ഞു കളയുന്നത് അവിടത്തേക്കാണ് പിശാച് കടന്നു വരികയും ശൈത്താനിന്റെ ദുർബോധനങ്ങളിൽ ഒരു മുസ്ലിം പെട്ടുപോവുകയും ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കർമ്മങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ സുജൂദ് ചെയ്യുമ്പോൾ എന്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നുണ്ട്. ഞാൻ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ അല്ലാഹു എനിക്ക് പ്രതിഫലം തരികയും അതുപോലെ തന്നെ എന്റെ ഓരോ കാലടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ
പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നുണ്ട് എന്ന നിയ്യത്ത് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ വുദൂ എടുക്കുമ്പോൾ ആ വുദൂവിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്ന നിയ്യത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടുകൂടി എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന നിയ്യത്ത് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് നമുക്ക് ഖുശൂ ഉണ്ടാകുന്നത്, നമുക്ക് തഖ്വയുണ്ടാകുന്നത്, അള്ളാഹുമായിട്ടുള്ള അടുപ്പം നമുക്കുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുപോലെ കർമ്മങ്ങൾ ചെയ്യുവാനും ഇങ്ങനെ നല്ല സദ്വിചാരത്തോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൈറായ വിചാരത്തോടുകൂടി എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകുന്നു, എന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നു എന്ന ചിന്തയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേർമൊഴി, ജീവിത വഴിയിലെ പ്രമാണനാളം. ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.